ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഡെയിലി ട്രേഡ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള കോയിൻസ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുക? എന്തൊക്കെ കാര്യങ്ങളാണ് അത്തരത്തിലുള്ള കോയിൻസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. ഞാൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്യാനായിട്ട് കോയിൻസ് സെലക്ട് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഏത് കോയിനിലാണോ കാണുന്നത് ആ കോയിനാണ് ഞാൻ സെലക്ട് ചെയ്യാറ്. അല്ലാതെ വേറൊരു കാര്യവും ഞാൻ നോക്കാറില്ല. അപ്പോൾ ഡെയിലി ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടാനായിട്ട് സാധ്യതയുള്ള കോയിൻസ് എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക? അതിന് വേണ്ട കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. സോ ക്രിപ്റ്റോയിൽ ഡെയിലി ട്രേഡ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഇടയിൽ വെച്ച് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണം ഉണ്ടായിരുന്നു വരില്ല. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. അപ്പോൾ കോയിൻസ് സെലക്ട് ചെയ്യാനും നമുക്ക് ചാർട്ട് അനലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡിംഗ് വ്യൂ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് tradingview.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലാണ്. ട്രേഡിംഗ് വ്യൂ തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും. നമ്മൾ ഓൾറെഡി ട്രേഡിംഗ് വ്യൂവിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക, ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇതാണ് ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു ഹോം പേജ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സ്ക്രീനേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അവിടെ ജസ്റ്റ് മൗസ് കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെ ക്രിപ്റ്റോ സ്ക്രീനർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇവിടെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്, ഫോറക്സ് ഉണ്ട്, ക്രിപ്റ്റോ ഉണ്ട്. നിങ്ങൾ ഏതിലാണോ ട്രേഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഞാൻ ക്രിപ്റ്റോ ആണ് ട്രേഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ ക്രിപ്റ്റോ സ്ക്രീനർ സെലക്ട് ചെയ്യാണ്. ഈ ക്രിപ്റ്റോ സ്ക്രീനർ എന്തിനാണ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മാഗ്ഡി ക്രോസ് ഓവറിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മാഗ്ഡി ക്രോസ് ഓവർ ഏതൊക്കെ കോയിനിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ക്രോസ് ഓവർ ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു സ്ട്രാറ്റജി തന്നെയാണ്. അതായത് നമ്മൾ ഏത് രീതിയിലാണ്, എപ്പോഴാണ് നമ്മൾ ഒരു എൻട്രി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൽ ഒരു ക്രോസ് ഓവർ സംഭവിക്കുമ്പോഴാണോ, അതോ മാഗ്ഡിയിൽ ക്രോസ് ഓവർ സംഭവിക്കുമ്പോഴാണോ, അല്ലെങ്കിൽ RSI ഒരു ഓവർബോട്ട് കണ്ടീഷനിൽ എത്തുമ്പോഴാണോ, ഓവർസോൾഡ് കണ്ടീഷനിൽ എത്തുമ്പോഴാണോ, എങ്ങനെയാണോ എപ്പോഴാണോ നമ്മളൊരു ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ നോക്കാനായിട്ട് പോകുന്നത് ഒരു എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൻ്റെ ക്രോസ് ഓവർ ആണ്. ഒരു EMA 20യും ഒരു EMA 50യും തമ്മിൽ ഒരു ക്രോസ് ഓവർ സംഭവിക്കുമ്പോൾ അവിടെയായിരിക്കും ഞാനൊരു എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്. പക്ഷേ അത് മാത്രമല്ല ഞാൻ നോക്കുന്നത്, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, എന്താണ് കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ടൈം ഫ്രെയിം ആണ്. ഇപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂ പെയ്ഡ് അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ, പ്രീമിയം അക്കൗണ്ട് നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും ഈ ഒരു ഫിൽട്ടർ ഇടാനായിട്ട് പറ്റും. ഇനി അതല്ല ഫ്രീ വെർഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ മാത്രമേ നിങ്ങൾക്ക് ഫിൽട്ടർ ഇടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ഡെയിലി ടൈം ഫ്രെയിമിൽ തന്നെയാണ് ഞാനിവിടെ ഫിൽട്ടർ ഇട്ടിട്ടുള്ളത്. അത് ഡിഫോൾട്ടായിട്ട് അതായിരിക്കും എടുക്കുക. എല്ലാവരുടെയും ഫ്രീ അക്കൗണ്ട് ആയിരിക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഡെയിലി ടൈം ഫ്രെയിമിലാണ് ഞാനിവിടെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഇനി പോകേണ്ടത് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്കാണ്. ഇവിടെ അഡ്ജസ്റ്റ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. നിങ്ങൾ ഏത് എക്സ്ചേഞ്ചിലാണോ ട്രേഡ് ചെയ്യുന്നത്, ബൈനാൻസിലാണോ, കൂക്കോയിനിലാണോ, അങ്ങനെ ഏത് എക്സ്ചേഞ്ചിലാണോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ആ എക്സ്ചേഞ്ച് ആണ് അവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എനി എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് എക്സ്ചേഞ്ചുകൾ കാണാനായിട്ട് പറ്റും. ഞാൻ അവിടെ ബൈനാൻസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ബൈനാൻസിലാണ് ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്, അതുകൊണ്ട് ഞാൻ ബൈനാൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ട്രാറ്റജി ഏതാണോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാഗ്ഡി ആണോ, RSI ആണോ, എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആണോ, ഏതാണോ നമ്മുടെ സ്ട്രാറ്റജി, ഞാനിവിടെ EMA 20 ആൻഡ് EMA 50 ആണ് ഞാനിവിടെ ഒരു ക്രോസ് ഓവർ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 20 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിന് നേരെ ബിലോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രോസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 20 ക്രോസസ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 50 അതാണ് നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ ഇവിടെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ക്രോസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വാല്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 50 കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 20 ക്രോസസ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 50 ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. EMA 20 EMA 50യുമായിട്ടൊരു ക്രോസ് ഓവർ സംഭവിക്കുമ്പോൾ അവിടെയായിരിക്കും നമ്മളൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ക്ലോസ് ചെയ്യാം, ഈ ഒരു വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 20യും എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 50യും തമ്മിൽ ഒരു ക്രോസ് ഓവർ നടക്കുന്ന കോയിൻ പെയർസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും USDTയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സെർച്ച് ചെയ്യാം, USDT എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ USDT സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ USDT പെയറുകളിൽ ഒരു ക്രോസ് ഓവർ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് USDT പെയറുകളിൽ EMA 20യും EMA 50യും തമ്മിലൊരു ക്രോസ് ഓവർ സംഭവിക്കുന്ന കോയിൻസ് ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്.
അപ്പോൾ ഏതൊക്കെ കോയിനിലാണോ ഒരു ക്രോസ് ഓവർ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ കോയിനാണ് നമ്മൾ ഡേ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കോയിൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് അതിൽ ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് XRP USDT പെയറിലുള്ള ഒരു പെർപ്പച്വൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിലാണ്. ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ഞാൻ EMA 50യും EMA 20യും ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമുക്കിവിടെ കൃത്യമായിട്ടുള്ള ഒരു ക്രോസ് ഓവറും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ EMA 20യും EMA 50യും യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടാനാണ്. നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഒരു എൻട്രി എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ EMA ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്രോസ് ഓവർ കിട്ടിയിട്ടുണ്ട്. താഴോട്ടാണ് ഒരു ക്രോസ് ഓവർ. സോ നമ്മളിവിടെ ഷോർട്ട് പൊസിഷൻസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രോസ് ഓവർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചാടിക്കയറി ഇവിടെ എൻട്രി എടുക്കുകയാണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണ് ചെയ്യുക. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്ന് മാറിയിട്ട് ഒരു 1 hour ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, 1 hour ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഞാൻ ഈ EMA ലൈൻസ് എല്ലാം ഞാനൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി EMA ലൈൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിവിടെ പ്യുവർ പ്രൈസ് ആക്ഷൻ മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസിൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാമായിരിക്കും നമ്മൾ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പ്രൈസിന് അടുത്ത് കിടക്കുന്ന കുറച്ച് ലെവൽസ് കണ്ടെത്താം. ഇത് കൃത്യമായിട്ടുള്ള ലെവലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പലതവണ ഈ ഒരു ലെവലിൽ പ്രൈസ് റിജക്റ്റ് ആവുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിട്ട് എടുക്കാം. അതുപോലെ തന്നെ താഴെ ഈ ഒരു ലെവലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ദെൻ ആ ലെവലിലേക്ക് തന്നെ ഒരു റീടെസ്റ്റ് ആണ് കിട്ടേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഒരു റിജക്ഷൻ ആണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ്, ഏത് രീതിയിലുള്ള പ്രൈസ് ആക്ഷനാണ് നമുക്ക് ഇവിടെ കിട്ടാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് മാത്രമല്ല, ഈ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുള്ള ഈ ഒരു പ്രൈസ് മാത്രമല്ല, ഈ ഒരു ലെവൽ എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ ഈ ഒരു ലെവലായിട്ട് വരും. അതായത് ഈ ഒരു ഏരിയ തന്നെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ഒരു ഏരിയ എടുക്കേണ്ടതിൻ്റെ ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു റിജക്ഷൻ ക്യാൻഡിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ തന്നെ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി കൺഫേം ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് നമ്മൾ ഈ ഒരു ഏരിയ, ഈ റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് മുകളിലായിട്ടായിരിക്കും നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അതിൻ്റെ ഒരു 1.5 ആയിരിക്കും, അതായത് 1.5x ആയിരിക്കും നമ്മൾ ടാർഗറ്റ് വെക്കുന്നത്. അതായത് റിസ്ക് റിവാർഡ് റേഷ്യോ 1.5 ആയിരിക്കും നമ്മുടെ ടാർഗറ്റിൻ്റെ. ഈ ഒരു 1.5 റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ പല വീഡിയോകളിലും പറയാറുള്ള കാര്യം, അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്, ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രേഡ് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ട്രേഡ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ പോയിട്ട് നമുക്കൊരു ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മുടെ സ്ട്രാറ്റജി ഏതാണോ ആ സ്ട്രാറ്റജി വെച്ചുകൊണ്ട് നമുക്കൊരു ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദെൻ ഒരു ലോവർ ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ട് നമുക്ക് നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റിയും അവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഷോർട്ട് പൊസിഷനാണ് നോക്കിയിട്ടുള്ളത്. ഇനി നമുക്കൊരു ലോങ് പൊസിഷൻ്റെ കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൊളാന USDT പെയറിലുള്ള ഒരു പെർപ്പച്വൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിലാണ്. ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ക്രോസ് ഓവർ നമുക്ക് മുകളിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട്, മുകളിലേക്കാണ്. ഒരു ലോങ് പൊസിഷനാണ് നമ്മളിവിടെ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ നേരെ ഒരു 1 hour ടൈം ഫ്രെയിമിലേക്ക് പോവാണ്. 1 hour ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നമ്മളിവിടുത്തെ ചാർട്ട് നോക്കുകയാണ്, ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണ്. EMA ലൈൻസ് ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതൊരു അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹയർ ലോ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു സ്വിംഗ് ലോ ആണ് ഇവിടുത്തെ ഹയർ ലോ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി അറിയാം. കൃത്യമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് ആണ് കൃത്യമായിട്ടുള്ള ഒരു അപ് ട്രെൻഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹയർ ലോയിൽ ഒരു റീടെസ്റ്റ് എടുത്തിട്ടായിരിക്കും പ്രൈസ് പിന്നീട് മുകളിലോട്ട് പോവുക. അപ്പോൾ അതുപോലെ തന്നെ പ്രൈസ് ഇവിടെ ഒരു റീടെസ്റ്റ് എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ EMA സ്ട്രാറ്റജി വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ലോങ് പൊസിഷൻ എടുക്കേണ്ട ഒരു ഇത് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ആ രീതിയിലുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് നല്ല രീതിയിലുള്ള ഒരു റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെയായിരിക്കും നമ്മൾ നമ്മുടെ എൻട്രി എടുക്കുന്നത്. നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇവിടെ പ്രൈസ് മൂവ് ചെയ്ത് നോക്കാം. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. വീണ്ടും നമുക്ക് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ നമ്മൾ അവിടെയായിരിക്കും ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിംഗ് പ്രൈസിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുകയാണ്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് താഴെയായിട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ആയിരിക്കും നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇനി ഈ ഒരു ട്രേഡ് പോകുന്നത് നമുക്ക് നോക്കാം.
ഓക്കെ, ഈ ഒരു ട്രേഡ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡെയിലി ട്രേഡ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ടോക്കൺസ് വളരെ സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ നല്ല രീതിയിലുള്ള പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നിങ്ങളുടെ ലൈക്കുകളായിരിക്കും. അടുത്തൊരു വീഡിയോ കാണാം.